ഖുതുബുസ്സമാൻ സയ്യിദ് ഷരീഫുൽ മദനി ഉള്ളാൾ റളിയല്ലാഹു അൻഹു. കേരള കർണാടക സംസ്ഥാനങ്ങളുടെ സംഗമ കേന്ദ്രമായ ഉള്ളാളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. 400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ നിന്ന് ഉള്ളാളിലെത്തി. കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന സമുദ്രത്തിന് മുകളിൽ ഒരു നിസ്കാരപ്പടം വിരിച്ച് അതിലിരുന്നു കൊണ്ടായിരുന്നു യാത്ര. ഉള്ളാൾ കടപ്പുറത്തിനടുത്തുള്ള മേലങ്ങാടിയിലെ പള്ളിയിലാണ് മഹാൻ താമസിച്ചത്. പള്ളിയിൽ സദാസമയം ആരാധനയിൽ മുഴുകിയിരുന്ന തങ്ങൾ ജനസേവനവും ആരാധനയുടെ ഭാഗമായി കണ്ടു. വിഷമങ്ങൾ കൊണ്ട് വഴിമുട്ടി തന്നെ സമീപിക്കുന്നവർക്കെല്ലാം ഒരാശ്വാസവും അത്താണിയുമായി നിലകൊണ്ടു. നിരവധി മാറാവ്യാധികളും സാംക്രമിക രോഗങ്ങളും പൈശാചിക ബാധകളും അവിടുന്ന് ഭേദപ്പെടുത്തിയിട്ടുണ്ട്. മതനിയമങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള മദനി തങ്ങൾ മതനിയമങ്ങൾക്കനുസൃതമായി മാതൃകാ ജീവിതം നയിച്ചു. അത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജനങ്ങളിലേക്ക് ഇറങ്ങി വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നിർബന്ധമായ ഇബാദത്തുകൾ വളരെ സൂക്ഷ്മതയോടെ പരിപൂർണമായ നിലക്ക് നിർവഹിക്കും. സുന്നത്തായ ആരാധനകൾ നിർബന്ധം പോലെ നിർവഹിക്കും. മതദൃഷ്ട നല്ലതല്ലാത്തത് 100% നിഷിദ്ധമായി കൊണ്ട് ഒഴിവാക്കി. ഇങ്ങനെ ജീവിച്ച സയ്യിദ് മദനി അവറുകളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമായിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം 1 കിലോമീറ്റർ അകലെ പുഴക്കരയിൽ ഹളൈക്കളയിൽ നിന്നും വിവാഹം ചെയ്തു. സന്താനങ്ങളുള്ളതായി ചരിത്രമില്ല. അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ദർഗ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംബന്ധിക്കുന്ന ഉറൂസ് ഇവിടെയാണ്. ഈ ഉറൂസിലും മറ്റും യാതൊരു അസൗകര്യങ്ങളും അസ്വസ്ഥതകളും അനുഭവപ്പെടാറില്ല എന്നത് തന്നെ തങ്ങളുടെ കറാമത്താണ്. ഉറൂസ് സമാപന ദിവസം എത്തുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മുഴുവനും ആട്ടിറച്ചിയും നെയ്ച്ചോറും വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇവിടത്തേക്ക് നേർച്ചയാക്കി വിടുന്ന ആടുമാടുകൾ ഉറൂസ് നാൾ അടുക്കുമ്പോൾ നാഴികകൾ താണ്ടി മഖാം പരിസരത്ത് എത്തിച്ചേരുക പതിവാണ്. ഉള്ളാൾ പ്രദേശം ഒരിക്കൽ രൂക്ഷമായ ജലക്ഷാമം കൊണ്ട് പൊറുതിമുട്ടി. ആ വർഷം തന്നെയായിരുന്നു ഉറൂസും. 10,000-ങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പോയിട്ട് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ വലിയ പ്രശ്നമായി. അടുത്ത പ്രദേശങ്ങളിലും വെള്ളമില്ല. അങ്ങനെ കമ്മിറ്റി ഭാരവാഹികളും മറ്റും മഖാം ഷരീഫിൽ ചെന്ന് ദുആ ചെയ്തു, ആവലാതി ബോധ്യപ്പെടുത്തി. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണീർ തുടക്കുന്നിടക്ക് വലിയൊരു ശബ്ദം കേട്ടു. മഖാമിൻ്റെ തൊട്ടരികിലുള്ള കിണറ്റിനകത്ത് നിന്നാണ് ശബ്ദം. എന്തു സംഭവിച്ചെന്നറിയാതെ ജനങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു. വരണ്ട് കിടന്നിരുന്ന കിണറിൽ വെള്ളം നിറഞ്ഞു നിന്നിരിക്കുന്നു. 1945-ലാണ് ഈ സംഭവം. ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളുടെ കറാമത്തുകളും നേർച്ചയുടെയും സിയാറത്തിൻ്റെയും ഫലങ്ങളും പറഞ്ഞാൽ ഒടുങ്ങാത്തതാണ്. ഉള്ളാൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെയാണ് ഉള്ളാൾ വലിയ ജുമാഅത്ത് പള്ളിയുള്ളത്. അതിന് തൊട്ടടുത്താണ് സയ്യിദ് അവറുകളുടെ മഖാം ഷരീഫ് ഉള്ളത്. സയ്യിദ് ഷരീഫുൽ മദനി അവറുകളുടെ മഹത്വവും പ്രൗഢിയും ആത്മീയ ചൈതന്യവും വിളിച്ചറിയിക്കുന്നതാണ് ദർഗ ഷരീഫ്. അതുപോലെ 45 വർഷമായി ഉന്നത നിലവാരം പുലർത്തി വരുന്ന സയ്യിദ് മദനി അറബിക് കോളേജ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന മതവിജ്ഞാന കേന്ദ്രമാണ്. ഇതുവരെ 5000-ലധികം യുവ പണ്ഡിതന്മാരെ മൗലവി ഫാദിൽ മദനി ബിരുദം നൽകി സമുദായത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.